നമസ്കാരം. നമുക്കിന്നൊരു പച്ചമാങ്ങ സംഭാരം ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു കാന്താരി മുളക്, പച്ചമുളകാണെങ്കിൽ ഒരു പകുതി മതി. എരിവ് ഒത്തിരി കൂടിപ്പോയാൽ നമുക്ക് കുടിക്കാൻ പാടായിരിക്കും. 2-3 ചുമന്നുള്ളി, ഇഞ്ചി, മാങ്ങ 2 എണ്ണം. നല്ല പുളിയുള്ള മാങ്ങ നോക്കിയെടുക്കണം. നല്ല പുളിയുള്ള മാങ്ങ. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഇടണം. ആവശ്യത്തിന് ഉപ്പ്. പുളിയുള്ളതായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് അധികം ഇരുന്നു എന്ന് ഓർത്തും കുഴപ്പമില്ല. ഇത്രയും ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്രിഡ്ജിലിരുന്ന് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു 3 ഗ്ലാസ്സിനുള്ളതാണ്. അപ്പം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 8-10 സെക്കൻഡ് നേരം നമ്മൾ അടിച്ചാൽ മതി. ഓവറായിട്ട് മാങ്ങയൊന്നും അരഞ്ഞു പോകരുത്. അപ്പം ഒരു 3 ഗ്ലാസ്സിനുള്ളതാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇത് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇത് നമ്മൾ അടിക്കണ കൂടത്തിൽ 2-3 കറിവേപ്പിലയും കൂടെ ഇടുകയാണെങ്കിൽ, ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് വെക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ പച്ചമാങ്ങ സംഭാരം റെഡിയായി. 2 ഗ്ലാസ്സാണ്. 3 ഗ്ലാസ്സിനുള്ളത് ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 ഗ്ലാസ്സിനുള്ളതാണ് ഒഴിച്ചു വച്ചിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.